Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ എടുത്തുകൊണ്ടിരുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓക്കെ, എവിടെ വരെയാ എടുത്ത് നിർത്തിയത്? CRM പറഞ്ഞു. അഡ്വാൻറ്റേജ് അല്ലേ പറഞ്ഞു നിർത്തിയത്? അഡ്വാൻറ്റേജിൽ ഒരു 4 പോയിന്റ്സ് പറഞ്ഞായിരുന്നു അല്ലേ? 4 പോയിന്റ്സ് അല്ലേ പറഞ്ഞോളൂ. കംപ്ലീറ്റ് ആയിരുന്നു. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായില്ലേ? അതെ, 4 പോയിന്റ് ആയിരുന്നു. 4 പോയിന്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ആ ഒരു പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് CRM എന്താന്ന് പറഞ്ഞു. CRMന്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിൽ അഡ്വാൻറ്റേജസിൽ ഒരു 4 പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തി വെച്ചിരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായ ഈ പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞേ? റിലേഷൻഷിപ്പ് വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നമുക്ക് ഈ ഒരു പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ CRM സോഫ്റ്റ്വെയർ വഴി ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓരോ ഇങ്ങനെയുള്ള ഈ CRM സോഫ്റ്റ്വെയർ വഴി പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ വരുന്ന പേഷ്യൻസിന് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് അല്ലെ, നല്ലൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ, നല്ല പരിചരണം കൊടുത്ത് അതിലൂടെ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു CRM സോഫ്റ്റ്വെയർ വഴി സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞത് ഈ CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് പേഷ്യൻസിന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ കംപ്ലൈന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ റെഫറൽസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകള്, ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകൾ വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉടനടി ഇത് റിപ്പോർട്ട് ചെയ്യാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനും ഈ ഒരു CRM സിസ്റ്റം വഴി സാധിക്കും എന്ന് പറഞ്ഞു. നാലാമത്തതായിട്ട് സേവ് ടൈം ആൻഡ് റിസോഴ്സ് ആണ് പറഞ്ഞത് അല്ലെ. സേവ് ടൈം ആൻഡ് റിസോഴ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു CRM സോഫ്റ്റ്വെയറിൽ ഈ ഡോക്ടേഴ്സിനാണെങ്കിലും ഓരോ നഴ്സസിനാണെങ്കിലും അവരുടെ കലണ്ടേഴ്സ് അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ മറ്റൊരാളുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ അല്ലെ, ഒരാളെ ആശ്രയിക്കാതെ സ്വയം ഇവർക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ചെയ്യാനിരിക്കുന്ന ആളുകളുടെ ആ ഒരു റിസോഴ്സിന്റെ ലഭ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഒരാളെ അവിടെ വെച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആ ഒരു ഇത് സമയവും ടൈമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് സ്വയമേ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട്. ഈ 4 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലിയർ ആണോ ഈ 4 പോയിന്റ്സും? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത പോയിന്റ് ആണ് 5th വൺ ആണ് റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. നമുക്കറിയാം ഇപ്പൊ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, അതായത് അവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല നമ്മൾ അവിടെ സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെ, അവരുടെ എല്ലാ തരത്തിലുള്ള ഹിസ്റ്ററീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഓരോ പേഷ്യൻസിനും എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് എന്തൊക്കെ സർവീസുകളാണ് അവർക്ക് കൊടുക്കുന്നത്, എല്ലാം നമ്മൾ അവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ബില്ലുകൾ തയ്യാറാക്കുമ്പോൾ അതില്
പിശക് വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഒരു സോഫ്റ്റ്വെയറില് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ കെയറുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്തൊക്കെ പ്രിസ്ക്രിപ്ഷൻസ് ആണ് ഡോക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ച് എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന മെഡിക്കൽ ബില്ലുകളിലെ എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ നമുക്ക് ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. സിക്സ്ത് വൺ പറഞ്ഞത് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സാധിക്കുക. അതായത് ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്ക് ഷുവർ ദാറ്റ് timely responses are sent to a patient's inbox after they take action in some way. അതായത് ഇവിടെ നമുക്ക് പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമായി വരാണെങ്കിൽ, പേഷ്യൻസിന് ഇപ്പോ എവിടെയെങ്കിലും ദൂരെയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അപ്പൊ അവർക്ക് സ്ഥിരം കാണുന്ന ഹോസ്പിറ്റലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ അവരുടെ എല്ലാ ഇൻഫർമേഷൻസും മുമ്പ് മുതലേ അവർ കാണിച്ചിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവരുടെ ഈ ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പൊ അവര് വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞപ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അനുഭവപ്പെടാണ്. അപ്പൊ അവര് ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളും ഇവരുടെ ഇൻഫർമേഷൻസ് അവര് ആവശ്യപ്പെടുകയാണ്. നമുക്ക് അവിടെ കൃത്യസമയത്ത്, അതായത് ഇമെയിൽ ഓട്ടോമേഷൻ, ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ SMS മുഖേനയോ മേക്ക് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസസ് ആർ സെന്റ് ടു പേഷ്യൻസ് ഇൻബോക്സ്, അവരുടെ ഫോണിലേക്ക് നമുക്ക് ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ SMS മുഖേനയോ വളരെ സമയബന്ധിതമായി ഈ പറയുന്ന അവർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതാണ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷനിലൂടെ പറയുന്നത്. നമ്മളൊരു മെഡിക്കൽ ഹിസ്റ്ററി, നമ്മുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി മുതലായ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ കൃത്യസമയത്ത് ആ ഹോസ്പിറ്റലുകാർ നമുക്കത് സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഒരു SMS നമുക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു അടുപ്പം തോന്നില്ലേ? നിങ്ങൾക്ക് തോന്നോ ഒരു ഹോസ്പിറ്റലിനോട് ഒരു അടുപ്പം തോന്നോ? പിന്നെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനോട് എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അവർ അതിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, വളരെ സമയബന്ധിതമായി തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടം തോന്നില്ലേ? എന്താണ് റിപ്ലൈ ചെയ്യാതെ? തോന്നോ? നിങ്ങൾക്ക് എങ്ങനെയാണ്? തോന്നാറില്ലേ? തോന്നൂല്ലേ? അപ്പൊ അങ്ങനെ തോന്നുമ്പോ അവിടെ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെ. രണ്ട് കൂട്ടരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവർ ചോദിക്കുന്ന സമയത്ത് അതേ സമയത്ത്, അതായത് കൃത്യസമയത്ത് തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. അവിടെ ഒട്ടും സമയം അവിടെ നഷ്ടപ്പെടുത്താതെ, ഒരു ടൈം ലാബോ കാര്യങ്ങളോ ഇല്ലാതെ പേഷ്യൻസ് ആവശ്യപ്പെടുന്ന മുഖേന അവരുടെ ഇൻഫർമേഷൻസ് അവർക്ക് ഇമെയിൽസ് വഴിയോ SMS വഴിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് കൂട്ടരും, ആ ഹോസ്പിറ്റലുകാരും ഈ പേഷ്യൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതിലൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് CRM സോഫ്റ്റ്വെയർ വിൽ allow you to segment your patients based on their health issues, location, age, gender. ഇനി എന്താ ഇവിടെ പറയുന്നേ? ഒരു CRM സോഫ്റ്റ്വെയറിൽ എല്ലാ പേഷ്യൻസിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഒരു പേഷ്യന്റ്, ഇപ്പൊ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരു പർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, അവരുടെ മാത്രം ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? പറ്റോ? CRM സോഫ്റ്റ്വെയറിൽ അങ്ങനെ എല്ലാവരുടെയും ഇൻഫർമേഷൻസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പർട്ടിക്കുലർ ഹെൽത്ത് ഇഷ്യൂ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, ഒരു ഡയബറ്റിക് പേഷ്യൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡയബറ്റിക് പേഷ്യൻസിന്റെ നമുക്ക് ഒരു ലിസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ അല്ലെ. ആ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്ന ഡയബറ്റിക് പേഷ്യൻസ് ആരാണ്, അവരുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെ ഓരോന്ന്, അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് വരുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരു വിഭാഗം സെഗ്മെന്റ് ആയിട്ട് തിരിക്കാൻ പറ്റില്ലേ? ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് വരുന്നവരെ സെഗ്മെന്റ് ആക്കി തിരിക്കാം അല്ലെ, അല്ലെങ്കിൽ വിഭാഗമാക്കി നമുക്ക് മാറ്റാം. ഒരു പർട്ടിക്കുലർ ഏജിലുള്ള പേഷ്യൻസിനെ നമുക്ക് സെഗ്മെന്റ് ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗമാക്കി മാറ്റാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ള, മെയിൽ ആവാം ഫീമെയിൽ ആവാം, ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരാണെങ്കിലും നമുക്ക് അങ്ങനെ ഈ പറയുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാൻ അല്ലെങ്കിൽ വിഭജിക്കാനായിട്ട് സാധിക്കും.
മനസ്സിലായോ? ഈ ഒരു CRM സോഫ്റ്റ്വെയർ അല്ലാതെ നമ്മുടെ ഒരു ചാർട്ടോ കാര്യങ്ങളോ എടുത്ത് നോക്കുമ്പോൾ ഒത്തിരി സമയം നമുക്ക് നഷ്ടമാണ് അല്ലെ. അതേസമയം ഒരു CRM സോഫ്റ്റ്വെയറിലാകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ വേറെ ആക്കാം, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് വരുന്നവരെ ഒരുമിച്ച് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തെടുക്കാം, ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവരെ നമുക്ക് വേണമെങ്കിൽ ഒരു സെഗ്മെന്റ് ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരെ ഒരു വിഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാനായിട്ട് സാധിക്കും. Then 8th one ആണ്, it also connects front office and back office functions. എന്താ, ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസ്. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ബാക്ക് ഓഫീസിലും കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ബാക്ക് ഓഫീസിലെ പ്രധാന പ്രവർത്തനങ്ങൾ അറിയാമോ? എന്തൊക്കെയായിരിക്കും? അക്കൗണ്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെ. Then human resource management, HR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. Then record maintenance മുതലായ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങള് ശരിക്കും ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളാണ് വരുന്നത് അല്ലെ. ഇവിടെ ഈ CRM സോഫ്റ്റ്വെയർ ഒരിക്കലും ഫ്രണ്ട് ഓഫീസിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, ബാക്ക് ഓഫീസിനെയും കൂടി രണ്ട് പ്രവർത്തനങ്ങളെയും കൂടി എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ക്ലിയർ ആയോ? വേഗം ഒന്ന് ഒരു 4 പോയിന്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു. 5th വൺ തുടങ്ങി ഒന്ന് വേഗം നോക്കിയേ, വേഗം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 5th വണ്ണിൽ എന്താ പറഞ്ഞത്? മെഡിക്കൽ ബിൽസ് അല്ലെ, മെഡിക്കൽ ബില്ലുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പിശകുകൾ കുറയ്ക്കാനായിട്ട് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ആരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം അവിടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നേ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അല്ലെ. ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ പേഷ്യൻസ് എപ്പോഴാണോ അവർക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നത് അതേ സമയത്ത് തന്നെ സമയബന്ധിതമായി അവർക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇമെയിലിലൂടെയോ SMS മുഖേനയോ പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസും ആ ഹോസ്പിറ്റലും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും അതിലൂടെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. Then 7th വൺ പറഞ്ഞത് ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിലുള്ളവരെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവരെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരെ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് പല വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. 7th വൺ പറഞ്ഞത് എന്താണ്? ഈ ഒരു എയ്ത്ത് വൺ പറഞ്ഞ എന്താ? CRM സോഫ്റ്റ്വെയർ വഴി ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെയും ബാക്ക് ഓഫീസ് ഫംഗ്ഷനെയും ഒക്കെ രണ്ടിനെയും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ 8 പോയിന്റ്സ് വരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണ്. അടുത്ത ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഏതാണ്, ഏത് പോയിന്റ്സ് ആണ് കിട്ടാത്തത്? ഡൗട്ട് ഉള്ളവർ ഏത് പോയിന്റ് ആണ്? ലാസ്റ്റ് പോയിന്റോ? ലാസ്റ്റ് പോയിന്റിൽ ഇറ്റ് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, നമ്മുടെ റിസപ്ഷൻ ഏരിയ മുതലായ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഫ്രണ്ട് ഓഫീസിലെ മാത്രമല്ല ഈ ഒരു CRM സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഓൾസോ നമ്മുടെ ബാക്ക് ഓഫീസിലെ പ്രവർത്തനങ്ങൾ, അക്കൗണ്ടിങ് ആവാം, HR ആവാം, കുറച്ച് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അതുപോലെ അങ്ങനെയുള്ള ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളെയും കൂടി നമുക്ക് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. Then ഏതാണ് 6th പോയിന്റ് നോക്കിയേ. 6th പോയിന്റിൽ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആശയവിനിമയം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അത് ആരൊക്കെ തമ്മിലുള്ളതാ? ആ ഹോസ്പിറ്റലുകാരും അതുപോലെ പേഷ്യൻസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അതെങ്ങനെയാണ്? പേഷ്യൻസിന് എപ്പോഴാണോ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ആവശ്യമായി വരുന്നത്, അപ്പൊ നമുക്ക് അവരാവശ്യപ്പെടുന്നത് മുഖാരം അത് അവിടെ ഒത്തിരി സമയവും കാര്യങ്ങളൊന്നും ലാഗാക്കാതെ വളരെ ടൈംലി ആയിട്ട് വളരെ സമയബന്ധിതമായിട്ട് അവർക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഇമെയിൽ വഴിയോ SMS മുഖേനയോ അയച്ച് പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 5th പോയിന്റ് എന്താ പറഞ്ഞത്? റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. മെഡിക്കൽ ഓരോ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കൽ ബില്ലുകൾ തയ്യാറാക്കുമ്പോൾ ഒരു പിശകുകൾ വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ.
അടുത്ത നോക്കിയേ, CRM സോഫ്റ്റ്വെയറിന്റെ കുറച്ച് സാമ്പിളുകളാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. എന്താണ് 8th പോയിന്റ്? എയ്ത്ത് പോയിന്റിലാണോ ചോദിക്കുന്നത്? ഡിസ്ചാർജ് ഡീറ്റെയിൽസ് വരും. അക്കൗണ്ടിങ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മള് ബില്ലുകൾ തയ്യാറാക്കും, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പേയ്മെന്റുകൾ നടത്തും അല്ലെ. അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ഓഫീസിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ മിസ്. ഓക്കെ, ഇനി ആ ഒരു പിക്ചർ ഒന്ന് നോക്കി. ക്ലിയർ ആണോ? കാണുന്നുണ്ടോ എല്ലാവർക്കും പിക്ചർ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒന്ന് നോക്കി. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു CRM സോഫ്റ്റ്വെയറിന്റെ 2 ഷീറ്റ് സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നതാണ് കേട്ടോ. ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇതൊരു മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പിൾ ആണ് കേട്ടോ. അതില് ഏത് വ്യക്തിയാണ്, അവിടെ ആരാണോ ആ സാമ്പിളിൽ മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത് തയ്യാറാക്കുന്നവരുടെ പേര്, ഏത് ദിവസമാണ് തയ്യാറാക്കിയത്, പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടാവും, അവരുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ് മുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, അവിടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഏത് തരത്തിലുള്ള ഡ്രഗ് ഡിസ്ക്രിപ്ഷൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഏത് ടൈപ്പ് ആണ്, ഏത് പ്രിസ്ക്രിപ്ഷൻസ് അതിനനുസരിച്ച് എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന മെഡിസിൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ദെൻ ഏതൊക്കെയാണ് പ്രിസ്ക്രൈബർ, ആരാണ് അല്ലെ, ഏത് ഡോക്ടറാണ് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അത് ഏത് ദിവസമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന CRM സോഫ്റ്റ്വെയറിലെ മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട്. ദെൻ അടുത്തത് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, മെമ്പർഷിപ്പ് ID ഉണ്ടാവും ഓരോ പേഷ്യൻസിനും, അത് അടിച്ചു കൊടുക്കണം, അവരുടെ പേര്, ഏത് ദിവസമാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ടത്, ഏത് സമയമാണ്, ഏത് തരത്തിലുള്ള സർവീസ് ആണ് അവർക്ക് വേണ്ടത്. ഇവിടെ ന്യൂട്രീഷൻ കൗൺസിലിംഗ് ആണെങ്കിൽ നമുക്ക് വല്ല കാർഡിയോളജിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെ അത് ഏത് ടൈപ്പ് ആണ് സർവീസ് ആണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളും ഷെഡ്യൂൾ ആക്കി നമുക്ക് മെസ്സേജുകൾ കൺഫർമേഷന് വേണ്ടിയിട്ട് മെസ്സേജുകൾ വരും കേട്ടോ. ഇത് രണ്ടും ഓക്കെയാണല്ലോ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊന്നും എക്സാം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റ് അതിന്റെ ഒരു മോഡൽ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു 5 പോയിന്റ്സ് ഉള്ളൂ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാനുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്താണ് മുതലായ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുകയും അനലൈസ് ചെയ്യുക, അത് വിശകലനം ചെയ്യുകയും ചെയ്യുക. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും ആവശ്യകതകളും അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളും കണ്ടെത്തുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുക. രണ്ടാമതായിട്ട് റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമറിന്റെ കംപ്ലൈൻസ് വരാനുള്ള ഈ പരാതികൾ വരാനായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. ഇപ്പൊ ഒരുപാട് പേര് കംപ്ലൈൻസ് ആയിട്ട് കാര്യങ്ങളായിട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു കോമൺ റീസൺ ഉണ്ടാവും അല്ലെ, ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും അല്ലെ, അതിനെ എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് വരാനുള്ള ഒരു കാരണം ഉണ്ടാവില്ലേ, ആ കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടത് ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മൂന്നാമതായിട്ട് ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ്
ആരുമായിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ്, നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുക. അപ്പൊ ആ ഒരു നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാനും അത് നിലനിർത്താനും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നിലനിർത്തണം അല്ലെ. ഇനിയും അവർ വരുമ്പോ ഇതേ രീതിയിലുള്ള സർവീസുകൾ തന്നെ അവർക്ക് കൊടുക്കണം, എന്നാലല്ലേ അത് അവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ നല്ലൊരു കസ്റ്റമർ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുകയും അത് നിലനിർത്തി കൊണ്ടുപോകാനും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മൾ അവരോട് ബിഹേവ് ചെയ്താല്, എങ്ങനെയൊക്കെ നമ്മൾ അവരോട് പെരുമാറിയാലാണ് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അത് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്യണം, കണ്ടെത്തി നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം ചെയ്യേണ്ടത് ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് assess your communication style and use two-way communication skills to level with people, to accept feedback from them and to discuss problems. ഇനി എന്താ, assess your communication style. നമ്മൾ ആശയവിനിമയം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വിലയിരുത്തണം. ഇപ്പൊ ചില ആളുകൾക്ക് നമുക്കറിയാം, ചില ആളുകൾ ഇപ്പൊ ചിലപ്പോ അവര് നോർമൽ ആയിട്ട് പറയുന്ന ഒരു രീതി ആയിരിക്കും, പക്ഷെ നമുക്ക് ചിലപ്പോ നമ്മളോട് ദേഷ്യപ്പെടുന്നതായിട്ട് തോന്നാറുണ്ടോ? അവർ ചിലപ്പോൾ നമ്മളോട് നോർമലായിട്ട് അവരുടെ ശൈലി അതായിരിക്കാം, എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അവര് നമ്മളോട് ദേഷ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ വളരെ പരുഷമായിട്ട് പെരുമാറുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം അല്ലെ. അവരുടെ നേച്ചർ ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കാം സംസാരിക്കുന്നത്, പെരുമാറുന്നത്, അത് അവരുടെ നേച്ചറാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഒത്തിരി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, ആശയവിനിമയ രീതിയാണ് അവിടെ പ്രശ്നം അല്ലെ. എങ്ങനെയാ പറയുന്നതിലല്ല, അവരെങ്ങനെയാണ് അതിന് ചില ഒരു കാര്യം തന്നെ നമുക്ക് നല്ല രീതിയിൽ പറയാം അല്ലെ. വളരെ സൗമ്യമായിട്ടും പറഞ്ഞവരോട് മനസ്സിലാക്കാം, ദേഷ്യപ്പെട്ടും പറയാം അല്ലെ. അപ്പൊ ഏത് രീതിയാണോ അവിടെ ഉപയോഗിക്കുന്നത് എന്നത് ഒന്നുകൂടി വിലയിരുത്തണം. എന്താ പറയുന്നത്, and use two-way communication skills to level with people. ആ പീപ്പിൾസ് അല്ലെങ്കിൽ ആരാണ് അവിടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്, അവരുടെ ലെവലിനനുസരിച്ച് ഒരു two-way communication, അതായത് ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾ മാത്രം അങ്ങോട്ട് മാത്രം പറയല്ല, ഇപ്പൊ റേഡിയോ പോലെ അങ്ങോട്ട് മാത്രം പറയല്ല ചെയ്യേണ്ടത്, മറിച്ച് എങ്ങനെയാ അവരോട് നമ്മൾ രണ്ടു കൂട്ടരും പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന ഒരു രീതിയായിരിക്കണം ഇവിടെ യൂസ് ചെയ്യുന്നത്. To accept feedback from them, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. To discuss problems, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് അവരെ എന്ത് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. അപ്പൊ അവർക്ക് അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. Then last point, identify specific problems in your customer service program and apply treatment. ഇനി ഈ ഫ്രണ്ട് ഓഫീസ് കൊടുക്കുന്ന കസ്റ്റമർ സർവീസ് പ്രോഗ്രാമുകളിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രോബ്ലംസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ഉടനടി അപ്ലൈ ട്രീറ്റ്മെന്റ്, അതിനനുസരിച്ച് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്തൊക്കെയാ വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്? ഒരു പ്രാവശ്യം മിസ് പറയാം, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലം. ആ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും ആവശ്യകതകളും പ്രശ്നങ്ങളും കണ്ടെത്തുകയും അത് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുകയും ചെയ്യുക. രണ്ടാമതായിട്ട് റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസ് വരാനുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തുക. മൂന്നാമതായിട്ട് അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും നല്ലൊരു പ്രത്യേക തരം ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൾട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുക, അത് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ സാങ്കേതിക PDF സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വേറെയാണെന്നോ? എന്താണ് ഹസീന പറഞ്ഞത്? നിങ്ങളുടെ നോട്ട്സിൽ ഇങ്ങനെയല്ലേ കിടക്കുന്നേ?
എന്താണ് പറഞ്ഞത്? ടെക്സ്റ്റ് കിട്ടിയില്ല. പിന്നെ എന്താണ് ചോദിച്ചത്? മനസ്സിലായില്ലല്ലോ മിസ്സിന്. മിസ്സിന് മനസ്സിലായില്ല കേട്ടോ. ഹസീന എന്താ ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിച്ചത്? മിസ്സിന് മനസ്സിലായില്ലല്ലോ. ഏത് പോയിന്റ് ആണ് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞേ? ഏത് പോയിന്റ്സ് ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്? സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഏത് പോയിന്റ് ആണ് ക്ലിയർ ആവാഞ്ഞത്? ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഹസീന ഒന്ന് പറഞ്ഞേ, ഏത് പോയിന്റ് ആണ് ക്ലിയർ ആവാത്തത്? മിസ് പറയുന്നത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന PDF തമ്മിൽ ചേഞ്ച് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഏത് പോയിന്റിലാണ് വ്യത്യാസം തോന്നിയത്? മാം ഇതല്ലല്ലോ പറയുന്നത്, സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വേറെ പോയിന്റ്സ് അല്ലേ പറയുന്നത്. ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നൊന്നും അല്ലല്ലോ പറയുന്നത്. മിസ് ഇപ്പോ വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദി ഫ്രണ്ട് ഓഫീസ് ആണ് പറയുന്നത്. പക്ഷെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ ചേഞ്ച് ഇല്ലേ? അതല്ലല്ലോ പറയുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആണ്. പക്ഷെ മിസ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. താഴത്താണ് കണ്ടോണ്ടിരുന്നത് ഇത്ര നേരം. ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് ആണ് കണ്ടോണ്ടിരുന്ന. ഓ, അപ്പൊ അങ്ങനെ മെസ്സേജ് ചെയ്യണം കേട്ടോ, അങ്ങനെ മിസ്സിന് മനസ്സിലാവുള്ളൂ കേട്ടോ. മെസ്സേജ് ചെയ്താലും മിസ്സിന് മനസ്സിലാവും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നേ? വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആയിരുന്നു അല്ലെ? ശ്രദ്ധിച്ചേ, ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? To identify and analyze customer needs and problem അല്ലെ? പേഷ്യൻസ് വരുമ്പോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോ അവരുടെ ആവശ്യകതകളും പ്രശ്നങ്ങളും കണ്ടെത്തുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുക. രണ്ടാമത് പറഞ്ഞ എന്താ? കസ്റ്റമർ കംപ്ലയിൻസ്. അവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് കംപ്ലയിൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് മോസ്റ്റ് കോമൺ റീസൺ എന്താണോ അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടത് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. മൂന്നാമത് പറഞ്ഞത് എന്താ? ഡിസ്കവർ ടെക്നിക്സ് to cultivate and maintain special customer relationship അല്ലെ? ഒരു പ്രത്യേകമായ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് അവിടെ നിലനിർത്തണമെങ്കിൽ അത് നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യണം, അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അതവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ സാങ്കേതിക വിദ്യകൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഫോർത്ത് വൺ എന്താ പറഞ്ഞത്? അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. അവിടെയുള്ള ഫ്രണ്ട് ഓഫീസിലെ ഓരോ ആളുകളും അത് ശ്രദ്ധിക്കണം അല്ലെ? അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതി എങ്ങനെയാണെന്ന് വിലയിരുത്തണം. അതുപോലെ തന്നെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. അവിടെയുള്ള ആളുകളുടെ ആ ഒരു ലെവലിനനുസരിച്ച് അവരുമായിട്ട് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ലൊരു ആശയവിനിമയം, അങ്ങനെയുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. Then to accept feedback. അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക. അതുപോലെ അവരുടെ പ്രോബ്ലംസോ കാര്യങ്ങളോ എന്താണെന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്, എന്തെങ്കിലും അവിടെ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം, അതായത് ഈ ഫ്രണ്ട് ഓഫീസ് നൽകുന്ന കസ്റ്റമർ സർവീസ് പ്രോഗ്രാമുകളിൽ എന്തെങ്കിലും സ്പെസിഫിക് പ്രോബ്ലംസോ കാര്യങ്ങളോ കണ്ടെത്തുകയുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അപ്ലൈ ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക അല്ലെ? ഇത്രയും പോയിന്റ്സ് എന്താണ്? വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് ആണ്. ക്ലിയർ ആണോ? ഈ 5 പോയിന്റ്സും ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ നമ്പേഴ്സ് കാര്യങ്ങൾ തന്നിട്ടില്ലേ കോണ്ടാക്ട് ചെയ്യാനായിട്ട്? തന്നിട്ടില്ലേ? നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു നമ്പർ ഇല്ലേ ഓഫീസുമായിട്ട്? അവിടേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ, കിട്ടാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. അതായത് ഹോസ്പിറ്റലില് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രധാന ഫങ്ഷണൽ ഏരിയാസ്, ഈ പ്രധാന ഫങ്ഷൻ, ഇത് വൈറ്റൽ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് നൽകുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ആണ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അതിന്റെ വ്യത്യാസം. ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എവിടെയാ പോവാറ്? റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലേക്കല്ലേ പോവാറ്? ആണോ? രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്കാണ് പോവാറ് അല്ലെ? അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പേഷ്യൻസ് ഓഫ് ഗസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിനാവാം അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ചെല്ലും അല്ലെ? അപ്പൊ അവിടെ രജിസ്റ്ററിംഗ് ഗസ്റ്റുകൾ, രജിസ്റ്റർ എങ്ങനെയാണ് ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുന്നത്? ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് essential for other department as well. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന ഗസ്റ്റ് അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ അവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും വെച്ച് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? ഈ രജിസ്റ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമാണോ? ആണോ? ഈ ഇൻഫർമേഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് ആ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമാണോ? അല്ല അല്ലെ? ആ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി അനിവാര്യമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് അല്ലെ? എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, അത് രജിസ്ട്രേഷനിൽ വരുന്നത്. എന്തൊക്കെ രജിസ്റ്റർ ആണ്? ഒരു ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ, ഒരു പൂർണ്ണമായ രജിസ്റ്ററുകൾ വരുന്ന ഗസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിനെ കുറിച്ചുള്ള പൂർണ്ണമായ രജിസ്റ്ററുകൾ ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരിക്കലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമല്ല, മറിച്ച് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഉപയോഗിക്കാൻ ആവശ്യമായി വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂർണ്ണമായ രജിസ്റ്ററുകള് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഒരു രജിസ്റ്റേഴ്സ് ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്നത് നോക്കി? മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം. വരുന്ന ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകള്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകള്, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകള്, ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകള്, അല്ലെങ്കിൽ അല്ലാത്ത മറ്റു കുറെ രജിസ്റ്ററുകളും നമ്മളിവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറയുന്നത്? രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വരുന്നത് ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനോ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവർ ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഗസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ പേഷ്യൻസ് വരുമ്പോൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അവിടെ വരുന്ന ഗസ്റ്റ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പൂർണ്ണമായ രജിസ്റ്ററുകൾ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ അവരുടെ എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയുള്ള രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു ഫ്രണ്ട് ഓഫീസിന് മാത്രം യൂസ് ചെയ്യാനല്ല, ആ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ആവശ്യമായ സമയത്ത് ഉപയോഗിക്കാനായിട്ടായിരിക്കും. അപ്പൊ അവിടെയുള്ള രജിസ്റ്ററുകള് മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം, അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം, വാർഡ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം, മറ്റ് രജിസ്റ്റേഴ്സും ഉണ്ടാകാം. Data needed for registration. ഒരു രജിസ്ട്രേഷന് വേണ്ടി എന്തൊക്കെ ഡേറ്റാസ് ആണ് ആവശ്യമായി വരുന്നത്? എന്തൊക്കെ ഡേറ്റാസ് ആയിരിക്കും? നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ തന്നെ ഒന്ന് പറഞ്ഞേ. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക? നെയിം കൊടുക്കും, പിന്നെ അഡ്രസ് കൊടുക്കും, ശരിയാണ്. ഏജ്,
ഫോൺ നമ്പർ അല്ലെ, നമ്മുടെ ഫുൾ അഡ്രസ് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ, വ്യക്തിഗത വിവരങ്ങളാണ് നമ്മൾ അവിടെ രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഡേറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ഒരു രജിസ്ട്രേഷന് വേണ്ടി ആവശ്യമായ ഡേറ്റാസ് എന്തൊക്കെയാണ്? പേഴ്സണൽ ഡേറ്റ അല്ലെ, വ്യക്തിഗത വിവരങ്ങളാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ. ഒരു വ്യക്തിയെ നമുക്ക് അതെ എല്ലാ കാര്യങ്ങളും കൊടുക്കും കേട്ടോ. ഒരു വ്യക്തിയെ തിരിച്ചറിയാവുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്നതോ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങൾ അല്ലെ. ഒരു വ്യക്തി ഇന്നതാണ്, ഇന്ന വ്യക്തിയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതല്ല അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? നെയിം ഉൾപ്പെടുന്നുണ്ട്, ഏജ് ഉൾപ്പെടുന്നുണ്ട്, അഡ്രസ് ഉൾപ്പെടുന്നുണ്ട്, ഫോൺ നമ്പർ ഉൾപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള എല്ലാ പേഴ്സണൽ ഡേറ്റാസുമാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പറയുന്നത്. ക്ലിയർ ആണോ? രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഏരിയ എക്സാം ക്വസ്റ്റ്യൻ അത് ലാസ്റ്റ് മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഫംഗ്ഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് അവർ പറഞ്ഞു തരാറുണ്ടല്ലോ. നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് നമുക്ക് അവർ പറഞ്ഞു തരാറുണ്ട് അല്ലെ. അതാണ് രണ്ടാമത്തത്, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണ് താരിഫ്. എന്താണ് താരിഫ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം ഒരു താരിഫ് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പറയാമോ? താരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീ ആണ്, ശരിയാണ്, ഫീസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു സെറ്റ് ഫോർ, അതായത് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു വില സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ താരിഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന എല്ലാ സർവീസുകൾക്കും അവരൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വില ഇട്ടിട്ടുണ്ടാവില്ലേ? ഒരു ഫീസ് ഇട്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടോ? ഒരു സർവീസ് ഇപ്പൊ നമ്മളൊരു ലാബിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു എക്സ്റേ എടുക്കാൻ പോയി അതിനൊക്കെ ഓരോ മരുന്ന് പേഷ്യൻസിനൊക്കെ വെവ്വേറെ പൈസയാണോ വാങ്ങിക്കുക? അല്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് അവർ ഇട്ടിട്ടുണ്ടാവും അല്ലെ. അതാണ് ഇവിടെയും താരിഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് സെറ്റ് ഫോർ ദ എന്താണ് ഹോസ്പിറ്റൽ സർവീസസ് ബൈ ദ റെഗുലേറ്ററി അതോറിറ്റി. അവരുടെ അതോറിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികള് ഓരോ സർവീസിനും വേണ്ടി എത്ര രൂപയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ വരുന്ന കസ്റ്റമർ ഇപ്പൊ ഒരു കൺസൾട്ടേഷന് വേണ്ടി വരാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയഗ്നോസിക്കിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ പേഷ്യൻസിന് എന്താണ് അവർക്കറിയണം അല്ലെ, ഇവിടുത്തെ സർവീസ് ചാർജുകള്, അവിടെ ആ സർവീസിനുള്ള പൈസ എത്രയാണ് എന്ന് ഒരു കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഫീസും കാര്യങ്ങളും ഓരോ സർവീസിന്റെയും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കണ്ടേ? അതാണ് താരിഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ താരിഫ് എന്താന്നുള്ളത്? മനസ്സിലായോ? രണ്ടാമത് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. അതായത് ഓരോ ഹോസ്പിറ്റലിലും സീനിയർ സിറ്റിസൺ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ശരിക്കും ഒരു സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും ഒരു സീനിയർ സിറ്റിസൺ ക്ലബ്ബ്? സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ആരാണ് സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞാല്? ഓൾഡ് ഏജ് ആയിട്ടുള്ളവരാണ് അല്ലെ. അതെ, മുതിർന്ന പൗരന്മാരാണ്, ഓൾഡ് ഏജ് ആയിട്ടുള്ള എബോവ് 60 ആണ്, ശരിയാണ്. അപ്പൊ ഇവർക്ക് അവരുടേതായ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സീനിയർ സിറ്റിസൺ ക്ലബ്ബുകളിൽ ഉൾപ്പെടുത്തി അവരെന്ത് ചെയ്യാം? കുറച്ചും കൂടി അവർക്ക് എക്സസൈസുകൾ, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് മുതലായ കാര്യങ്ങൾ കൊടുക്കാനും അവരെ ഈ ഒരു ഏജിൽ പോലും അവരെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും അവരെ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് നിലനിർത്താനും എല്ലാവരും എൻഗേജ്ഡ് ആയിട്ട് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ശരിക്കും സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള സീനിയർ സിറ്റിസൺ ക്ലബ്ബുകളുണ്ട്. അപ്പൊ ഒരു പ്രായമായിട്ടുള്ള ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അതിനനുസരിച്ച് വരുന്ന കണ്ടാൽ അറിയാലോ, നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന ആളുകളെ കണ്ടാൽ അറിയാലോ. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള സീനിയർ സിറ്റിസൺ ക്ലബ്ബുകളുണ്ട്. അവിടേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഒരു സീനിയർ സിറ്റിസൺ ക്ലബിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഫീസ് ചെലവും കാര്യങ്ങളൊക്കെ ഓരോ ഹോസ്പിറ്റലിലും അവരുടേതായ പോളിസിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഉൾപ്പെടുത്താനായിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതാണ് സീനിയർ സിറ്റിസൺ ക്ലബ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? രണ്ടെണ്ണം ക്ലിയർ അല്ലേ? താരിഫും സീനിയർ സിറ്റിസൺ ക്ലബും ക്ലിയർ ആണോ? മൂന്നാമത്തത് അതർ പാക്കേജസ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പല സമയത്തും പല പാക്കേജുകൾ നമുക്ക് തരാറുണ്ട് ഉണ്ടോ? ഇപ്പൊ ലാബ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഇത്ര ഫുൾ ബോഡി ചെക്കപ്പിന് ഇത്ര ശതമാനം ഡിസ്കൗണ്ട്, അതെ മെറ്റേണിറ്റി പാക്കേജുകൾ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ പലതരത്തിലുള്ള പാക്കേജുകൾ നമ്മൾ താരിഫ് ഒന്നോട് പറയാം കേട്ടോ. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നോക്കി അതർ പാക്കേജസ്, അതെ ലബോറട്ടറി ടെസ്റ്റ് പാക്കേജുകൾ ഉണ്ടാവാം, മെറ്റേണിറ്റി പാക്കേജുകൾ ഉണ്ടാവാം. അപ്പൊ അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിനനുസരിച്ച് പല പല പാക്കേജുകൾ നിലവിലുണ്ടാവും. അത് ഓരോ സമയം കഴിയുമ്പോൾ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടിരിക്കും ഓരോ പാക്കേജിൽ. കൂടുതൽ ആളുകളെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള പാക്കേജുകളെ കുറിച്ച് ആളുകൾക്ക് അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുക. അതർ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡയഗ്നോസ്റ്റിക്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുതലായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എമർജൻസി ഓർ ഇൻപേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു എമർജൻസി കേസ് വരാണ്, ഒരു ഒരു എമർജൻസി ആയിട്ട് ഒരു കേസ് വന്നാല് ഇവിടെ ഇന്ന ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. 24 hours നമ്മൾ ഇന്ന എല്ലാ സർവീസുകളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ടാണെങ്കിലോ വാർഡ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ റൂമുകളുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളെ കുറിച്ചോ അവിടുത്തെ കെയർ എങ്ങനെയാണുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായ ഇൻഫർമേഷൻസ് അവിടുത്തെ ഗസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത് ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങളിൽ വരുന്ന ഒന്നാണ്. അപ്പൊ അതിലെ താരിഫ് എന്താണെന്നല്ലേ ചോദിച്ചത് ജാസ്മിൻ? താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് ഓരോ സർവീസുകൾക്കും റമദാൻ ടൈമിലൊക്കെ ശരിയാണ്, ഫെസ്റ്റിവൽ പാക്കേജുകളൊക്കെ ഉണ്ട്, ശരിയാണ് കേട്ടോ. അതുപോലെ പ്രസവാനന്തരമായിട്ടുള്ള കുറെ പാക്കേജുകളുണ്ട്, മെറ്റേണിറ്റി പാക്കേജുകളുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട പാക്കേജുകളുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഓരോ സീസൺ അനുസരിച്ച് ഓരോരോ ഇടയ്ക്കിടയ്ക്ക് അവരത് മാറ്റിക്കൊണ്ടിരിക്കും, വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കും. കൂടുതൽ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ താരിഫ് എന്താന്ന് നോക്കി. താരിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നില്ലേ? ആ സർവീസുകൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മള് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട് ഇല്ലേ? നമ്മളൊരു എക്സ്റേ എടുക്കാൻ പോയി ഇത്ര ഫിക്സഡ് എമൗണ്ട് അല്ലേ? നമ്മൾ ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്യണം, ഇത് ഇത്ര ഫിക്സഡ് എമൗണ്ട് അല്ലേ വാങ്ങിക്കുന്നത്? അതുപോലെ ഇപ്പൊ ഒരു രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഫിക്സഡ് എമൗണ്ട് വാങ്ങിക്കാറില്ലേ? ചെയ്യാറില്ലേ? അപ്പൊ അതൊക്കെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓൾറെഡി അതോറിറ്റി അവിടുത്തെ അധികാരികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ പേഷ്യൻസിന് ഏത് സർവീസ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ആ പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഫീസ് എത്രയാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോന്ന്? ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് കാണിച്ച് വെച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് ക്യാഷ് കളക്ഷൻ. നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാറുണ്ടോ? രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാറുണ്ടോ? നിങ്ങൾ കൊടുക്കാറുണ്ടോ? രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാറുണ്ടോ? അത് തന്നെയാണ് ഇവിടെ ക്യാഷ് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കി, ദ രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്റ്റഡ് ഫ്രം ദ ഗസ്റ്റ് അല്ലെ? അവിടെ വരുന്ന നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പണം അവരെ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ടു ദ ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓർ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. ഇനി ഈ വരുന്ന പണം അല്ലെ? പണം കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാഫാണ് നമ്മുടെ ആ പണം കളക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ക്യാഷ്, അതായത് പ്രധാന ക്യാഷ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പ്രധാന ക്യാഷിലേക്ക് നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഈ എമൗണ്ടുകള് എപ്പോഴാണ് അവർ നിക്ഷേപിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിന്റെ അവസാനത്താണ് അല്ലെങ്കിൽ ആ ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്താവാം, അല്ലെങ്കിൽ
പറഞ്ഞല്ലോ, ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. അതായത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലവര് എന്ത് ചെയ്യും, ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചധികം തിരക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അവരൊരു ഡ്യൂട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോകും അല്ലെ. അപ്പൊ അടുത്ത ആളായിരിക്കില്ലേ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം ഇത്ര മണിക്കൂറാണ് അവരുടെ ഷിഫ്റ്റ്, ആ സമയം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യില്ലേ, അവരുടെ ആ ഒരു ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിയല്ല അവിടെ വരുന്നത്. അപ്പൊ ആരാണോ ആദ്യം ഇരുന്നിരുന്നത് അവര് എപ്പോഴാണോ ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് മറ്റൊരാൾക്ക് ആ ഒരു ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത് അതിനു മുൻപായിട്ട് അവർ ഈ പറയുന്ന രജിസ്റ്റേർഡ് ആയിട്ട് കിട്ടുന്ന എല്ലാ എമൗണ്ട്സും പ്രധാന ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അത്രയും നേരം അവരുടെ കയ്യിലിരിക്കുകയായിരിക്കും അത് പ്രധാന ക്യാഷിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ, ദിവസ അവസാനത്തിലാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവർ ഈ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരെ ക്യാഷ് പ്രധാന ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഇടുകയും ചെയ്യും. ക്ലിയർ ആണോ? ക്യാഷ് കളക്ഷൻ ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അടുത്തത് ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. പലതരത്തിലുള്ള എൻക്വയറീസ്, അന്വേഷണങ്ങള് ഒരു ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ് ആണ് പ്രധാനമായിട്ടും. ആ ഒരു പോയിന്റേ ഉള്ളൂ. ഇനി അവിടെ എങ്ങനെയാണ് നമ്മളൊരു ഇൻഫർമേഷൻ, ഒരു അന്വേഷണത്തിനായി ഒത്തിരി പേര് ഫ്രണ്ട് ഓഫീസിലേക്ക് വരാറുണ്ട് അല്ലെ. അങ്ങനെ ഒരു അന്വേഷണത്തിനായി വരുമ്പോ നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അവരോട് പെരുമാറുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിൽ പറയുന്നത് കേട്ടോ. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് സ്ട്രെങ്ത്. എന്താണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞ എന്താ ഒരു കോട്ട് കൊടുത്തിരിക്കുന്നത്? റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? പരുഷമായിട്ട് പെരുമാറുക അല്ലെ. ഇറ്റ്സ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താ? പരുഷമായി പെരുമാറുന്നത് ഒരു ദുർബലനായ വ്യക്തിയുടെ ശക്തിയുടെ ശ്രമമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളൊരു റൂഡായിട്ട് അല്ലെങ്കിൽ ഒരു പരുഷമായിട്ട് പെരുമാറിയാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരുഷമായിട്ട് പെരുമാറുന്നത് എന്നാ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അവര് ചിലപ്പോൾ ഒരു ഇൻസെക്യൂർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാം അല്ലെ. അവരൊരു പവർലെസ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാം. അത് ആളുകളുടെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, മറയ്ക്കാൻ വേണ്ടിയിട്ട് റൂഡ്നെസ് എന്താണ്, അല്ലെങ്കിൽ ഒരു റൂഡ്നെസ് അല്ലെങ്കിൽ ഒരു പരുഷമായി പെരുമാറുമ്പോൾ അത് അവരുടെ ഒരു ശക്തിയാണ്. ഒരു വീക്ക് പേഴ്സൺ ആണെങ്കിൽ അത് അവരുടെ സ്ട്രെങ്ത് ആണ്, കുറച്ചും കൂടി അവര് സ്ട്രെങ്ത് ഉള്ളവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ട്രോങ്, വളരെ സ്ട്രോങ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് പോലെ അവരെന്ത് ചെയ്യുന്നു? ഈ ഒരു പരുഷമായി പെരുമാറിക്കൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. മനസ്സിലായോ? റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. ഒരു ദുർബലനായ വ്യക്തിയുടെ ഒരു ശക്തിയുടെ ശ്രമമാണ് പരുഷമായി പെരുമാറുക എന്ന് പറയുന്നത്. അപ്പം ഒരാള് റൂഡായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവരൊന്നെങ്കിൽ പവർലെസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ടോ ഫീൽ ചെയ്തത് കൊണ്ടാവാം അവര് മറ്റുള്ളവരുടെ മുന്നിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ റൂഡ്നെസ് ആയിരിക്കും അവരുടെ സ്ട്രെങ്ത് ആയിട്ട് അവരെന്ത് ചെയ്യുന്നത്? പെരുമാറി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെയുള്ള ആളല്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ആ ഒരു പരുഷത എന്ത് ചെയ്യുന്നത്? രീതിയിൽ റൂഡായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇങ്ങനെ ഒരു റൂഡായിട്ട് പെരുമാറുന്ന ഒരു ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരെ നമുക്ക് ഇഷ്ടാവോ? നമ്മളൊരു വിവരങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അല്ലെ. നമ്മളിങ്ങനെ റൂഡായിട്ട് പെരുമാറുന്ന ഒരു ഫ്രണ്ട് ഓഫീസ് ആണെങ്കിൽ അപ്പൊ ഇവിടെ ഫ്രണ്ട് ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാര് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോഷ്യസ്. എന്താ? ബി കൺസിഡറേറ്റ്, ഒരു നല്ല രീതിയിൽ പരിഗണിക്കണം അല്ലെ. നമ്മൾ വരുന്ന ആളുകളെ നല്ല രീതിയിൽ പരിഗണിച്ചാലല്ലേ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവർക്ക് ബോധ്യമാവണം അല്ലെ. അതിനുവേണ്ടി അവരെ നല്ല രീതിയിൽ നമ്മൾ പരിഗണിക്കുക, വളരെ സൗഹൃദപരമായി അവരോട് ഇടപെടുക. ആൻഡ് കോഷ്യസ്, എന്താ? വളരെ മര്യാദയുള്ളവരായി ഇരിക്കുകയും ചെയ്യുക. രണ്ടാമത്തത് പ്രാക്ടീസ് കോഴ്സി സേഫ് പ്ലേസ്. ഇനി എന്താ? നല്ല മര്യാദ പാലിക്കുക അല്ലെ. പ്രാക്ടീസ് കോഴ്സി, മര്യാദ അല്ലെങ്കിൽ മര്യാദ ഉള്ളവരായി ശീലിക്കുക. സേഫ് പ്ലേസ്, എന്ത് കാര്യം പറയുന്നത് നമ്മൾ പ്ലീസ്, ദയവായി എന്ന രീതിയിൽ അവരെ
പ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് ഒരു ബഹുമാനത്തോടു കൂടിയാണ് അവരോട് സംസാരിക്കേണ്ടത്. ഞാൻ എക്സ്പ്ലെയിൻ എന്തെങ്കിലുമൊക്കെ അവർ അന്വേഷണങ്ങൾക്കായിട്ട് വന്ന് അവർ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിശദമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം. ആൻഡ് ഡു ഇറ്റ് പേഷ്യൻലി, വളരെ ക്ഷമയോട് കൂടിയായിരിക്കണം അത് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു തിരക്ക് അവിടെ മാറ്റിവെച്ച് ആ വരുന്ന പേഷ്യൻസിനോട് വളരെ എന്താണ് നല്ല രീതിയിൽ അത് വിശദീകരിച്ചു കൊടുക്കുകയും വളരെ ക്ഷമയോട് കൂടി നിന്നുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. Then accommodate the other viewpoints. ഇനി ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോ മറ്റുള്ളവർക്ക് അതിനെതിരെയായിരിക്കും അവർക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും ഒരുപോലെയാണോ ചിന്തിക്കുന്നത്? അല്ല അല്ലെ, എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരാൾ പറയാണ് അത് അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവരുടെ വ്യൂ പോയിന്റും കൂടി എന്ത് ചെയ്യുക, സ്വീകരിക്കുക. മനസ്സിലായോ? Then ലാസ്റ്റ് പറയുന്നത് അല്ലോ ക്രിറ്റിസിസം. എന്താ ക്രിറ്റിസിസം? എന്ത് ചെയ്യുക, വിമർശനം അനുവദിക്കുക. അപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങളില് പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവരോട് നേരെ ദേഷ്യപ്പെടുകയല്ല ചെയ്യുന്നത്. പിന്നെ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എങ്ങനെയാ, അവര് പറയുന്ന വിമർശനങ്ങൾ അനുവദിക്കുകയും അത് നല്ല ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും അല്ലെ. ഇപ്പൊ ഇവിടെ ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗില് പ്രധാനമായിട്ടും ഒരു ഫ്രണ്ട് ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാര് വരുന്ന കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, അവരെങ്ങനെയായിരിക്കണം നല്ല പരിഗണന കൊടുത്തുകൊണ്ട് വളരെ സൗഹൃദപരമായി മര്യാദയുള്ളവരായിട്ടും ഇവര് പെരുമാറേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പ്രാക്ടീസ് കേർട്സി, മര്യാദ ശീലിക്കുക. അവരോട് ബഹുമാനത്തോടെ പ്ലീസിലൂടെ അല്ലെങ്കിൽ പ്ലീസ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടായിരിക്കണം അവരുടെ ഓരോ കാര്യങ്ങളും പറയേണ്ടത്. Then explain, അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് നല്ല വിശദമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുകയും വളരെ ക്ഷമയോടെ അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണം. അക്കോമഡേറ്റ് ദ അതർ വ്യൂപോയിന്റ്സ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ കൂടി ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരി എന്നല്ല, മറ്റുള്ളവർ പറയുന്നതും കൂടി ഒന്ന് ഉൾപ്പെടുത്തി അവരെയും കൂടി അവരുടെ കാഴ്ചപ്പാടും കൂടി ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. Then allow criticism, അല്ലെ, വിമർശനങ്ങൾ എന്ത് ചെയ്യുക, അനുവദിക്കുകയും വേണം. ക്ലിയർ ആണോ? ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ് ഓക്കെ ആണോ? ഓക്കെ, ലാസ്റ്റ് കൂടിയുള്ളൂ കേട്ടോ, ഒരെണ്ണം കൂടിയുള്ള ഫിഫ്ത് പോയിന്റ് ആണ് റിപ്പോർട്ട് മേക്കിംഗ്. എന്താണ് റിപ്പോർട്ട് മേക്കിംഗ്? നമ്മുടെ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട ഒത്തിരി റിപ്പോർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. സെൻസസ് റിപ്പോർട്ട്. എന്താണ് ഒരു സെൻസസ് റിപ്പോർട്ട്? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആരുടെ ഇൻഫർമേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ആളുകളുടെ അക്കൗണ്ട് ആയിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ സെൻസസ് എടുക്കാൻ വരാറില്ലേ? അവിടെ പേഷ്യൻസിന്റെയാണ് അല്ലെ. പേഷ്യൻസിന്റെ സെൻസസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അക്കൗണ്ട് ആണ്. അപ്പൊ അതിലെല്ലാം ഉൾപ്പെടും കേട്ടോ. ഒരു 24 മണിക്കൂറിനുള്ളതാവാം, അല്ലെങ്കിൽ ഇത്ര ദിവസം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എത്രത്തോളം പേഷ്യൻസ് ഉണ്ടായിരുന്നു, എത്ര പേഷ്യൻസ് ആണ് ആ ഹോസ്പിറ്റലിലേക്ക് വന്നത്, അവരുടെ അക്കൗണ്ട് ആണ്. അപ്പൊ അവിടെ ചിലപ്പോൾ പേഷ്യൻസ് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്ത പേഷ്യൻസ് ഉണ്ടാവും, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തു പോയ പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മരണം സംഭവിച്ച പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു സെൻസസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു നിലവിൽ ചിലപ്പോൾ ഒരു 24 മണിക്കൂറിനുള്ളിലുള്ള സെൻസസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, ഇത്ര ഒരു മാസമാവാം അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എത്രത്തോളം പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്, അവരുടെ അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ എണ്ണമാണ് ശരിക്കും സെൻസസ് റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വന്നത് അവിടെ അഡ്മിഷൻ എടുത്തത് മാത്രമല്ല, ഡിസ്ചാർജ് ആയതും ഡെത്ത് സംഭവിച്ചു മുതലായ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അതർ റിപ്പോർട്ടുകൾ, മറ്റു റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതായിട്ടും, അതെ ഡെത്ത്, ബർത്ത് മുതലായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി റിപ്പോർട്ടുകൾ ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 5 പോയിന്റ്സ് ക്ലിയർ ആണോ എന്ന് ഫംഗ്ഷൻസ്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ആ 5 ഹെഡിങ്സും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ.
ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രധാന ഫംഗ്ഷനിങ് ഏരിയാസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്താണ്? ഒരു 5 പോയിന്റ്സ് പറഞ്ഞില്ലേ? ഫസ്റ്റ് ഏതാ പറഞ്ഞേ? രജിസ്ട്രേഷൻ പറഞ്ഞു, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ് പറഞ്ഞു, ക്യാഷ് കളക്ഷൻ പറഞ്ഞു, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ് പറഞ്ഞു, 5th വൺ ആണ് റിപ്പോർട്ട് മേക്കിംഗ് പറഞ്ഞു. ഈ 5 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ, പേരുകൾ പഠിച്ചു വെച്ചേക്കാം. ഇനി അതിനുള്ളില് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അതായത് രജിസ്റ്റേർഡ് ഗസ്റ്റുകള് എന്തിനു വേണ്ടിയാണ് ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഹോസ്പിറ്റൽസിൽ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇനി അവിടെയുള്ള പ്രധാനപ്പെട്ട രജിസ്റ്ററുകളുടെ പേരുകളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാണ് ഡേറ്റാസ് ആണ് ഒരു രജിസ്ട്രേഷന് വേണ്ടി, ഏതൊക്കെ ഡേറ്റാസ് ആണ് ആവശ്യമായി വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം കേട്ടോ. ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ് എന്താണ്? ക്യാഷ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മളത് പ്രധാനമായിട്ടും ഈ എമൗണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ക്യാഷിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ആവാം, അല്ലെങ്കിൽ ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ ആവാം. പറയുന്ന ഭാഗങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇൻഫർമേഷൻ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് അവർ ഏതൊക്കെ രീതിയിലുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരോടും പെരുമാറേണ്ടത്, അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൺസിഡറേറ്റ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, കോഷ്യസ് ആയിരിക്കണം. അതിൽ ഉൾപ്പെടാത്തത് ചിലപ്പോൾ കൊടുക്കാം കേട്ടോ. ഇതിൽ ഈ ഒരു 5 പോയിന്റ്സിൽ അല്ലാത്തത് കൊടുത്തിട്ട് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. റിപ്പോർട്ട് മേക്കിങ്ങിലെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതിൽ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. കാരണം സെൻസസ് റിപ്പോർട്ട് മാത്രം നിങ്ങളൊന്ന് മറ്റ് റിപ്പോർട്ടുകളും ഉണ്ട്, സെൻസസ് റിപ്പോർട്ട് മാത്രം എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കൗണ്ട് എടുക്കുന്നതാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ. അതിപ്പോ എല്ലാവരുടെയും വരുന്നുണ്ട് അല്ലെ? അഡ്മിഷനുമായി ബന്ധപ്പെട്ടത്, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടത്, ഡെത്ത്, ബർത്ത് മുതലായിട്ടുള്ള എല്ലാ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്താണ് കൗണ്ടുകളും നമ്മളിവിടെ സെൻസസ് റിപ്പോർട്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? 5 എണ്ണം ഫങ്ഷൻസ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു ചെറിയ ഭാഗമാണ്, അതോടെ നോക്കാം. ഡു യു നോ വൈ കസ്റ്റമേഴ്സ് ലീവ്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു കസ്റ്റമേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്നത്? പല കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റമേഴ്സ് വിട്ടു പോകാറുണ്ട് അല്ലെ? ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാനുള്ളൂ, കേട്ടോ. അതിൽ ആ ഒരു ലാസ്റ്റ് ഭാഗം മാത്രം ഒരെണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ആ പെർസെന്റേജ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പെർസെന്റേജ് എന്താ? 1% ഡൈ ചെയ്യുന്നത്, മരണപ്പെടുന്നത് കൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു പോവാലോ അല്ലേ? കസ്റ്റമേഴ്സ് വിട്ടു പോവില്ലേ? മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ അവർ തുടരേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവരവിടെ നിന്ന് വിട്ടു പോവാം അല്ലെ? രണ്ടാമത് 3% മൂവ് എവേ. മറ്റെന്തെങ്കിലും കാരണങ്ങളാല് ഇപ്പൊ പേഷ്യൻസിന് ചിലപ്പോ കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ അവർക്കൊന്ന് സുഖം പ്രാപിച്ചു, അവർക്കൊന്ന് ഫീൽ ഇല്ലാണ്, അവർക്ക് ഓക്കെ ആയി, ഇനി അവർക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളും വേണ്ട എന്നൊക്കെ അവർക്ക് തന്നെ സ്വയം തോന്നാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അധികം ലീവുകൾ കിട്ടാത്തത് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോ കുറച്ച് പേർക്ക്, അതായത് 3% ചിലപ്പോൾ എന്ത് ചെയ്യാം? മൂവ് അവേ, അവിടെ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. Then 5% എന്താ? ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്വന്തം നമ്മുടെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ഒക്കെ വരാണ്. ആ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ? അപ്പൊ അവര് നമ്മളോട് പറയാണ്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു, അവിടുത്തെ നല്ല ട്രീറ്റ്മെന്റ് ആണ്, നിനക്കൊന്ന് പോയി കാണിച്ചുകൂടി എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോവാൻ സാധ്യതയുണ്ടോ? നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളൊക്കെ നമ്മളോട് പറയാണ്, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടൊക്കെ വരാണെങ്കിൽ അവിടെ പോയാൽ മതിട്ടോ, നല്ല ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ആ ഒരു വേദന വരുവാണെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കില്ലേ? പോകും അല്ലെ? അതാണ് ഇവിടെ 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർ റിലേഷൻഷിപ്പിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യാം? ഈ ഓൾറെഡി ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോവാം അല്ലെ? അടുത്തത് പറയുന്നത്
90% ലീവ് ഫോർ കോമ്പറ്റേറ്റീവ് റീസൺസ്. അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒത്തിരി കോമ്പറ്റേറ്റീവ് ഒരു ഏരിയ ആണ് അല്ലെ. ഇതേ ഹോസ്പിറ്റലിലെ പോലെ തന്നെ മറ്റു ഹോസ്പിറ്റലിലും സർവീസുകൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ പല ഹോസ്പിറ്റലും എന്ത് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ഓഫറും ഡിസ്കൗണ്ടുകളൊക്കെ ഇടാറില്ലേ. ഇന്ന സർവീസിന് 50% ഓഫ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഇത്ര ശതമാനം ഓഫ്, ഇന്ന ഡയഗ്നോസ്റ്റിക് ഇതിന് ഇത്ര ശതമാനം ഓഫ്. അപ്പൊ നമ്മൾ ഏറ്റവും കുറവുള്ളിടത്തല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ, ആണോ? നമ്മൾ ഏറ്റവും കുറവുള്ള സ്ഥലത്തല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. അതാണ് ഇവിടെയും പറയുന്നത്. 9% ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് റീസൺസ് ആയിട്ട്, അതായത് ഇവിടത്തേലും പൈസ കുറവിന് നമുക്ക് മറ്റു സർവീസുകൾ വേറെ സ്ഥാപനങ്ങൾ തന്നാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് വിട്ടു പോവില്ലേ? പോകും. ക്ലിയർ ആണെന്നാണ് മിസ് പറയുന്നത്. ഓക്കെ ആണോ? നല്ല ക്ലിയർ ആയല്ലോ? ഓക്കെ. Then 14% are dissatisfied with the product or service. 14% എന്താ, നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകളിൽ എന്ത് ചെയ്യുന്നു, ഡിസാറ്റിസ്ഫൈഡ്, അവർ സംതൃപ്തരല്ലാത്തത് കൊണ്ട് വിട്ടുപോകാം. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 68% എന്താ, ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓഫ് ഡിസ്കോഷ്യസ് സർവീസസ്. എന്ന് വെച്ചാൽ എന്താ, ഡിസ്കോഷ്യസ് എന്ന് പറഞ്ഞാൽ മര്യാദയില്ലാത്ത അല്ലെങ്കിൽ പരുഷമായ പെരുമാറ്റം കൊണ്ട്. ആരുടെ പെരുമാറ്റം കൊണ്ടാണ്? ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ മര്യാദയില്ലാത്തത് അല്ലെങ്കിൽ പരുഷമായ പെരുമാറ്റം മൂലം 68% ആളുകളും ആ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുപോവാറുണ്ട്. നമുക്കാണെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാത്തൊരു ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടാവോ? ഇല്ല അല്ലെ. പിന്നെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടക്കുറവുണ്ടാവും അല്ലെ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവിടെ 68% അങ്ങനെയാണെന്നാ പറയുന്നത്. മനസ്സിലായോ? അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് അടുത്ത വാർത്തയ്ക്ക് പോവാം കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചിട്ട് വന്നോ കേട്ടോ. ഈ ഒരു ഭാഗം ഇവിടെ ക്ലിയർ ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നേ. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.